നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ വേഗം റെഡി ആയിട്ട് വരാം ബേ. അച്ഛാ, എനിക്ക് വാരി തരുമോ? പിന്നെന്താ, തരാലോ. ചുമ്മാ നോക്കിയെന്ന് രസിക്കാതെ എനിക്ക് വാരി തന്നെ. വേദനിച്ചോ? ഇല്ല, വാരിത്തര. ഇനി അച്ഛൻ ഗംഗയ്ക്ക് വാരി കൊടുത്തേ. എന്താ കൊടുക്കില്ലേ? കൊടുക്കാം. ഗംഗെ, അച്ഛൻ്റെ അടുത്ത് നിൽക്ക്. വിളിക്കച്ചാ. ഒരു ഇനി ഞാൻ അച്ഛന് വാരി തരട്ടെ. പിന്നെന്താ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഗംഗയ്ക്ക് ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മാളൂനി എന്നെയും തനിച്ചാക്കി ഗംഗ ഒരിക്കലും ഒരപകടം തനിച്ചുണ്ടാക്കില്ല. അപ്പൊ പിന്നെ ഇതിന്റെയൊക്കെ അർത്ഥം എന്തായിരിക്കും? മോനെ മഹി, നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ലമ്മേ. ഞാൻ ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചതാ. അമ്മയ്ക്ക് മനസ്സിലായി. നീ ഗംഗയെക്കുറിച്ചല്ലേ ചിന്തിക്കുന്നത്? അതെ. സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ മോനെ? ഗംഗ നിന്നോടുള്ള ദേഷ്യം തീർക്കാൻ ശ്രമിച്ചതാ. എന്നോടുള്ള ദേഷ്യം? അതെ, നീ അവളെ അവഗണിച്ചതിനും മാറ്റി നിർത്തിയതിനുമുള്ള പകപോക്കൽ. അവൾക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ അത് ബാധിക്കുന്നത് നിന്നെയാ. അതിനുവേണ്ടിയാ അവൾ ഈ നാടകം കളിച്ചത്. ഗംഗ അങ്ങനെ ചെയ്യില്ലമ്മേ. നിനക്കിപ്പോഴും അവളെ മനസ്സിലായില്ലേ മോനെ? നീ കരുതുന്ന ഗംഗയല്ല അവളെന്ന് രാഹുലിന്റെ കാര്യത്തിലൂടെ നമുക്ക് ബോധ്യമായതല്ലേ? നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലല്ലേ അവൾ നിന്നെ ചതിച്ചത്? ഇപ്പോൾ ഇവിടെ നടന്നതും അത്തരത്തിലൊരു ചതിയാ. അതേ മഹി, അവള് സ്വയം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. അതും നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി. സ്വന്തം ജീവൻ പണയപ്പെടുത്തി അങ്ങനെ ഒരു നാടകം കളിക്കുന്നതുകൊണ്ട് ഗംഗയ്ക്ക് എന്താ ലാഭം? ഇതൊരുതരം മാനസിക രോഗമാണ് മോനെ. നിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനും പിണക്കം മാറ്റാനും ഗംഗ കണ്ടെത്തിയ ബുദ്ധി. എന്റെ ദൈവമേ, സംസാരം തുടങ്ങിയോ? ഇനി നമ്മൾ സൂക്ഷിക്കണം. അതെ, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനിയൊരു പക്ഷേ അവള് നിന്നെ ഒന്ന് പറ്റിക്കാൻ ഗൗരിയോട് സംസാരിക്കുന്നതായിട്ട് അഭിനയിച്ചതായിരിക്കോ? അല്ലമ്മേ, ഞാൻ വ്യക്തമായി കേട്ടതാ. ഗംഗ എന്നെ കണ്ടിട്ട് പോലുമില്ല.
പണ്ടവൾ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോ അവക്ക് ഭ്രാന്താണെന്നാ ഞാൻ കരുതിയത്. എന്നാ അതല്ല കാര്യമെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്നാലും മോളെ, പ്രേതത്തിനോട് അങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റുമോ? അമ്മയ്ക്ക് അത്ര സംശയമാണെങ്കിൽ ആ ഗംഗയോട് പോയി ചോദിക്കേ. എന്റെ അമ്മയെ ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. അവള് കാര്യമായി ഒരാള് മറ്റൊരാളോട് സംസാരിക്കുന്ന രീതിയിലല്ലേ ഗംഗ ഗൗരിയോട് സംസാരിച്ചത്. ശരിയായിരിക്കും. ആ ഗൗരിയുടെ ആത്മാവ് ഇവിടെയൊക്കെ അലഞ്ഞു നടക്കുകയല്ലേ. എന്നാലും സ്വന്തം ഭർത്താവിന്റെ രണ്ടാം ഭാര്യയോട് കൂട്ടുകൂടാൻ ആ ഗൗരിയുടെ ആത്മാവിന് എങ്ങനെ പറ്റുന്നു? എന്റെ അമ്മ, അതാണ് ഇപ്പൊ നമ്മുടെ കാര്യം. അവര് രണ്ടുപേരും കൂടി ചേർന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് നമ്മളാ. അതമ്മ മറന്നോ? ഗംഗയുടെ കയ്യിലുള്ള ആ ഡയറി ഇത്രയും പെട്ടെന്ന് കൈക്കലാക്കണം, അല്ലെങ്കിൽ അത് അപകടവാ. അതെ, അത് മാത്രം പോരെ മോളെ. എന്നേക്കുമായി ഗൗരിയെ തളയ്ക്കുകയും വേണം. അതിനുള്ള ഏർപ്പാട് ഉടനെ ചെയ്യണം. അവൾ അലഞ്ഞു നടക്കുന്നത് നമുക്ക് ആപത്താ. എത്രയും വേഗം വേണ്ടത് ചെയ്തേ മതിയാവും. അപ്പോ നിങ്ങൾ പറയുന്നത് ഗൗരിയും ഗംഗയുമായി സംസാരിക്കാറുണ്ടെന്നാണോ? അതെ, അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാ. അപ്പോ നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം. മനുഷ്യരുമായി ഗൗരിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗൗരി അത്രയ്ക്കും ശക്തിയായി എന്നാണ്. അതുമാത്രമല്ല, ഗൗരിയുടെ സംസാരം ഗംഗയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവൾക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തി ഉണ്ടാവണം. അത് ശരിയാ. ഏത് സമയവും ശ്രീ മഹേശ്വര എന്ന് വിളിച്ചു വിളിച്ച് അവക്ക് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അതെ, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതൊക്കെ അറിയാം. ഗംഗയുടെ കാര്യത്തില് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും, കാരണം അവള് മനുഷ്യനാണല്ലോ. പക്ഷെ ഗൗരി അങ്ങനെയല്ല. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് തളച്ചു തരണം. അതത്ര നിസ്സാരമല്ല. ഇതിനു മുമ്പ് നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ ആ ആത്മാവിനെ ബന്ധിച്ചതാണ്. പക്ഷേ അത് മോചിക്കപ്പെട്ടു. അതിനു കാരണം നിങ്ങളുടെ പിടിപ്പുകേടാണ്. ഓരോ തവണയും മോചിപ്പിക്കപ്പെടുമ്പോ ഗൗരി കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞില്ലേ, അതോർത്തിട്ട് ഇനി കാര്യമില്ലല്ലോ. മുന്നോട്ടുള്ള കാര്യങ്ങൾ വേണം ഇനി ചിന്തിക്കാൻ. അതുകൊണ്ട് ഒരിക്കൽ കൂടി അവളെ ഒന്ന് തളച്ചു തരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.